ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഫോർഡിൻ്റെ എക്സ്പ്ലോററാണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന വാട്ടർ പമ്പ് ലീക്കായിട്ടാണ് ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ വാട്ടർ പമ്പ് റിപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എൻജിൻ കംപ്ലീറ്റ് പുൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ വാട്ടർ പമ്പ് മാറുന്നതിന് ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ അകത്താണ് ഇതിൻ്റെ വാട്ടർ പമ്പ് വരുന്നത്. അപ്പോൾ വാട്ടർ പമ്പ് അയക്കുന്നതിനും അതേമാതിരി തന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു പുള്ളി അയക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ക്രാങ്ക് പുള്ളിയുടെ ബോൾട്ട് ആക്ച്വലി ഇതല്ല വരുന്നത്. നമ്മൾ ആ ബോൾട്ട് അയച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ക്രാങ്ക് പുള്ളി അയക്കുന്ന ഇച്ചിരി ഒരു ടാസ്ക് പിടിച്ചൊരു ജോബാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ പുള്ളറില്ലാതെ ഈ ഒരു പുള്ളറില്ലാതെ നമുക്കിത് ഒരിക്കലും അയച്ചെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് ഒരു ഹാമർ വെച്ചിട്ടൊന്ന് തട്ടിയിട്ടൊന്ന് കറക്റ്റ് ഒന്ന് സീറ്റിംഗ് ആക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് അയച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് എന്താ പറയുക, ഇത് ഡാമേജ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പം ഇച്ചിരി ടൈറ്റ് ആണെങ്കിലും പ്രോപ്പറായിട്ട് അഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇത് നല്ല ടൈറ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആരും തന്നെ സ്ക്രൂ ഡ്രൈവറൊന്നും ഇട്ടിട്ടൊന്നും സൈഡിലൊന്നും ഇട്ടിട്ടൊന്നും ഇളക്കാൻ പാടില്ല. അങ്ങനെ ഇളക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന് ടൈമിംഗ് കവർ തന്നെ ഡാമേജ് ആവുന്നതാണ്. അപ്പോൾ ഇതിപ്പം ഏകദേശം അഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി തന്നെ അഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് ദൂരം എത്തുമ്പോൾ ഇതിൻ്റെ ഈ ടൂള് മതിയാവാതിരിക്കും. കാരണം ഇത് ചിലപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ ലോക്കായി. ഇനി നമുക്ക് വീണ്ടും അത് അഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഇതിപ്പോൾ കണ്ടല്ലോ ഫുൾ ടൈറ്റായി. അപ്പോൾ ആ ബോൾട്ടിൻ്റെ അകത്ത് ഒരു സ്പേസറും കൂടി വെക്കണം. ഇനി ഇത്രത്തോളം വന്നിട്ടുള്ളൂ. ഇത് കണ്ടല്ലോ ഇത്രത്തോളം ലൂസായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് അഴിച്ചെടുത്ത് അതിൻ്റെ അകത്തൊരു സ്പേസറും കൂടി വെച്ചതിന് ശേഷം ആ ബോൾട്ട് ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഒരു സ്പേസറാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ കണ്ടല്ലോ ഞാനൊരു ബോക്സാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇതേമാതിരി തന്നെ വീണ്ടും ഒന്ന് അയച്ചു കഴിഞ്ഞ് ഇതേമാതിരി ചില ടെക്നീഷ്യന്മാരുടെ സ്കില്ല് അനുസരിച്ചിട്ട് ഇതിൻ്റെ വാട്ടർ പമ്പ് എഞ്ചിൻ ഇറക്കാതെയും മാറുന്നവരുണ്ട്. അപ്പോൾ അത് മാറാൻ പറ്റില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. എഞ്ചിൻ ഇറക്കാതെയും മാറ്റുന്നവരുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് ഇത് അയക്കാനുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ടാപ്പറ്റ് കവർ ലീക്ക് ഉണ്ടായിരുന്നു, അതേമാതിരി റിയർ സീൽ ലീക്ക് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ട്രാൻസ്ഫർ കേസ് ലീക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് എഞ്ചിൻ പുൾ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതേമാതിരി തന്നെ ഇതിനകത്ത് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ലൊക്കേഷൻ. ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ലൊക്കേഷൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇതേമാതിരിയാണ് ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പലർക്കും അതിൻ്റെ സിലിണ്ടറിൻ്റെ ലൊക്കേഷൻ അറിയത്തില്ല. പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയും കൂടി ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അതേമാതിരി തന്നെ ഈ മോഡൽ വാഹനങ്ങളുടെ സ്പാർക്ക് പ്ലഗ് നിങ്ങൾ അഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേമാതിരി അഴിക്കുന്ന സമയത്ത് പൊട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് അഴിക്കുന്ന സമയത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇത് പൊട്ടിയിട്ടാണോ വന്നിരിക്കുന്നത് അതോ നോർമലായിട്ട് തന്നെയാണോ വന്നിരിക്കുന്നത്. അപ്പോൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ പീസുകളെല്ലാം തന്നെ എടുത്തിരിക്കണം. ഇനി ഈ പീസുകൾ അതിൻ്റെ അകത്ത് സിലിണ്ടറിൻ്റെ അകത്തോട്ട് പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻജിൻ തന്നെ സ്റ്റക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ എല്ലാ പീസും റിമൂവ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.